ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബുട്ടിക്. അപ്പൊ ഇന്നത്തെ കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന റെഡി ടു വെയർ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഈ ഒരു വെഡിങ് സീസണിൽ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇനി വരുന്നത്. നെക്സ്റ്റ് കളക്ഷൻ വരുമ്പോൾ കോട്ടണിൽ കാന്ത പ്രിന്റിൽ വരുന്ന ഒരു എലൈൻ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എലൈൻ മോഡൽ സജഷൻസ് കുറെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ആ ഒരു എലൈൻ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ 2 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സാപ്പിൽ കുറെ സജഷൻസും കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്ഫുൾ ആണ് ഈ ഒരു സപ്പോർട്ടിന്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 4 മന്തൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഓരോ കമന്റ്സിനും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടാലോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് കളറാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടായിരിക്കും വരുന്നത്, നേരിട്ട് കാണാനായിട്ട് കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് റൊമാൻസ് സിൽക്ക് ആണ് കേട്ടോ. റൊമാൻസ് സിൽക്ക് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, കോട്ടണിൽ ചെറിയൊരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് കോട്ടൺ ഇടുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലും ഇടുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഒട്ടും ചൂടെടുക്കാത്ത ടൈപ്പിലുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ നെക്ക് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ട് നെക്കില് ചെസ്റ്റ് പോർഷനിൽ ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ കൊടുത്തിട്ട് മിഷൻ എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കില് ചെസ്റ്റ് പോർഷനിൽ ചെറിയ രീതിയിൽ സീക്വൻസിംഗും പോകുന്നുണ്ട്. മിഷൻ എംബ്രോയിഡറി വർക്കാണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡിഫറെന്റ് കളേഴ്സിൽ നല്ല മാച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത്. ഫുൾ ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് സെയിം കളറിൽ ഇങ്ങനെ വരും. നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഒരു സ്ട്രെയിറ്റ് കട്ട് സിഗരറ്റ് പാന്റിന്റെ മോഡലിൽ സ്ട്രെയിറ്റ് കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് 39 ഇഞ്ചസ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത്. ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബോർഡർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലോങ് എൻഡും സ്കാലപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 1 എൻഡിൽ മാത്രമാണ് ഈ ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ത്രൂ ഔട്ട് സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. സ്കാലപ്പ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോർഡർ വന്നിട്ടുള്ളത്. സ്കാലപ്പ് ആയിട്ട് വന്നിട്ട് സീക്വൻസിങ്ങും ചെസ്റ്റ് പോർഷനിലെ അതേ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കളേഴ്സിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ദുപ്പട്ടയിൽ കംപ്ലീറ്റ് ആയിട്ടും സ്കാറ്റേഡ് ആയിട്ട് ചെറിയൊരു വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ മറ്റേ എൻഡ് വരുന്നതും സ്കാലപ്പ് ആയിട്ട് തന്നെയാണ്. ഇതാണ് മറ്റേ ബോർഡർ വരുന്നത്. സ്കാലപ്പ് ആയിട്ട് തന്നെയാണ് 2 ലോങ് എൻഡും വരുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് സൈസിലാണ് കേട്ടോ. ഇതിൽ XXL വരുന്നില്ല. മീഡിയം ലാർജ് എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1280 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു ഷെയ്ഡ് കൂടി കണ്ടു നോക്കാം. ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. സെയിം ഫീച്ചർ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്കിൽ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ചെസ്റ്റ് പോർഷനിൽ വർക്ക് വരുന്നത് കേട്ടോ. എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. ഒരു ലൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിലും പിന്നെ ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു മിഷൻ എംബ്രോയിഡറി വർക്കാണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത് കേട്ടോ. ബോക്സ് ടൈപ്പ് പാറ്റേൺ ആണ്. സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ സെയിം കളർ തന്നെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും റൗണ്ട് നെക്കിൽ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഒരു സിഗരറ്റ് പാന്റിന്റെ മോഡൽ സ്ട്രെയിറ്റ് കട്ട് ആയിട്ട് വരുന്ന ഒരു പാന്റ് ആണ്. 39-40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട ചെയ്തിട്ടുള്ളത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. 2 ലോങ് എൻഡിലും സ്കാലപ്പ് ആയിട്ട് ചെസ്റ്റ് പോർഷനിൽ അതേ കളേഴ്സിലുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ചെറിയൊരു വർക്കും കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നത് കേട്ടോ. 2 എൻഡിലും ലോങ് എൻഡിലായിട്ടുള്ള 2 എൻഡിലും സ്കാലപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എൻഡ് വരുന്നതും പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്കാലപ്പ് ആയിട്ട്
മറ്റേ എൻഡാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയായിട്ട് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ സൈസിലാണ്. 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1280 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാട്സാപ്പിലെ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി നെക്സ്റ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസും കൂടി കണ്ടു നോക്കാം. ഇതാണ് ലാസ്റ്റ് കളക്ഷൻ വരുന്നത്. കോട്ടണിലെ കാന്ത പ്രിന്റിൽ വരുന്ന ഒരു ഏലിയൻ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത്. ഒപ്പം ചെറിയൊരു പഫ് സ്ലീവും നെക്ക് പോർഷൻ തിക്ക് ആയിട്ട് വരുന്ന ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 1 സൈഡ് പോക്കറ്റ് ആണ് വച്ചിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ഹാൻഡ് കർച്ചീഫും മൊബൈലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോക്കറ്റ് ആണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത്. നെക്ക് പോർഷൻ തിക്കായിട്ട് വരുന്ന ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്കാണ്. താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ടും ചെറുതായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട്. കാന്ത പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത് കേട്ടോ. നല്ലൊരു എലൈൻ മോഡൽ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ബേസ് കൊടുത്തിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ്. ബ്ലൂ ഷെയ്ഡിൽ പിങ്ക് ഫ്ലോറലാണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത്. ബാക്ക് പോർഷനിൽ സെയിം പ്രിന്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുള്ളത് 1 സൈഡ് പോക്കറ്റ് ആണ്. നമുക്ക് മൊബൈലും കർച്ചീഫും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പോക്കറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 46 ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ഒരു യോക്ക് പോർഷനിൽ മാത്രമാണ് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ലൈനിങ് വരുന്നില്ല കേട്ടോ. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തിട്ട് സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ട് ഇലാസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 780 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം. കോട്ടൺ കളക്ഷനിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പിങ്ക് കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിലാണ്. സെയിം ഫീച്ചർ തന്നെയാണ്. നെക്കിൽ തിക്കായിട്ട് വരുന്ന ഗോൾഡൻ കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം പഫ് സ്ലീവ് ആയിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് മോഡലായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെയർ ചെയ്യാം. അല്ലെങ്കിൽ ബോട്ടം വെയർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ടൈലൈൻ മോഡലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു നെക്കാണ്. തിക്കായിട്ട് വരുന്ന ഒരു കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്ക് വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷന്റെ താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ട് കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ്. ഇത് കാന്ത പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ പോകുന്നത്. എലൈൻ ആണ്. യോക്ക് പോർഷനിൽ മാത്രമാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. താഴേക്ക് ലൈനിങ് വരുന്നില്ല. 46 ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത്തും വരുന്നത് കേട്ടോ. ബാക്ക് പോർഷനും സെയിം കാന്ത പ്രിന്റിൽ ഈ ഒരു കളർ ഷെയ്ഡിൽ ഇങ്ങനെ വരും. ചെറിയൊരു പഫ് സ്ലീവ് ആണ് ഇതിൽ വരുന്നത്. സ്ലീവ്സിന്റെ എൻഡിലായിട്ടും എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലാസ്റ്റിക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കുർത്തിയാണ്. നമുക്ക് ഈ സമ്മറിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ചെറിയൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണ്. നല്ലൊരു മോഡലിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു പ്രിന്റും ആണ്. അപ്പൊ എത്രയും വേഗം ഓർഡർ ചെയ്യുക. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 780 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മൾ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പറയാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇമയ ബുട്ടിക് എന്നുള്ള പേജ് വരുന്നുണ്ട്. നമ്മുടെ കളക്ഷൻസ് അവിടെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ 2 ഡേയ്സിലായിരിക്കും കേട്ടോ. 2 ദിവസത്തിനകം നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ യൂഷ്വലി പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത്. നമുക്ക് DTDCയും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് DTDC തന്നെ വേണം എന്നുള്ളവര് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് DTDC ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിംഗിലായിരിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും എടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ നമ്മുടെ പ്രൊഡക്റ്റിന് വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. നമ്മൾ ഇഷ്യൂ എവിടെയാണ് വരുന്നത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുള്ളവർക്കൊക്കെ നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. എപ്പോഴും ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.